JSKയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരും സ്വാഗതം ക്ഷണിച്ചു. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചാൽ ഉഴുന്നുവടയാണ്. സാധാരണ എല്ലാവർക്കും തന്നെ പാടുള്ളൊരു സാധനമാണ് ഉഴുന്നുവട. ഈ ഉഴുന്നുവട ഞാനിപ്പോൾ അരപ്പൊക്കെ അരച്ചു വെച്ചു. ഞാനത് പറഞ്ഞുതരാം എങ്ങനെ ചെയ്യണം. ഉഴുന്നെടുത്തിട്ട് 1 മണിക്കൂർ കുതിരാൻ കഴിയും. ഉഴുന്നെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നല്ല ഉഴുന്ന്, നല്ല ക്വാളിറ്റിയുള്ള ഉഴുന്ന് വേണം നമ്മൾ മേടിക്കാൻ. ഏറ്റവും നല്ല ഉഴുന്ന് നമ്മൾ അതിന് വേണ്ടി ഉഴുന്നുവടയ്ക്ക് വേണ്ടി എടുക്കണം. എന്നിട്ട് അത് 1 മണിക്കൂർ കുതിരണം. അതിന് ശേഷം ഉഴുന്ന് നമ്മൾ വെള്ളം കുറച്ച് ചേർത്ത് അരയ്ക്കണം. അരപ്പിൽ കാര്യമുണ്ട് ഉഴുന്നുവടയ്ക്ക്. കാരണം അരപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉഴുന്നുവട കുളമാവും. ഉഴുന്നുവടയ്ക്കുള്ള അരപ്പ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നൈസായിട്ട് വെള്ളം കുറേശ്ശെ തടവി കൊടുത്തിട്ട് അരച്ച് നല്ല നൈസ് പരുവത്തിൽ ഇതുപോലെ ആകും. അതിന് ശേഷം നമ്മൾ ഉഴുന്ന് വാരി പാത്രത്തിലിട്ടതിന് ശേഷം നമ്മൾ കുരുമുളക്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, എല്ലാ സാധനങ്ങളും ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് ചേർക്കുക. കുരുമുളക് അരിയണ്ട, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ കുരുമുളക് ഇതിലോട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. കുരുമുളക് എന്തിനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഞാൻ കുരുമുളക് പൊടിക്കാറില്ല, കാരണം കുരുമുളക് കടിക്കണം. അത് കടിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഇവിടെ പലരും പറയാറുണ്ട്. ഈ കുരുമുളക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കുരുമുളക് മുഴുവനായിട്ട് ചേർക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് റവ ഇതിനു വേണ്ടി ചേർക്കും. റവ എന്തിനാണെന്ന് ചോദിച്ചാൽ ക്രിസ്പി ആകാൻ വേണ്ടിയില്ല. ഒരു നല്ലൊരു ക്രിസ്പി ഇത് കിട്ടും നമുക്ക് റവ ചേർത്ത് കഴിഞ്ഞാൽ. ഒത്തിരി ഒന്നും ചേർക്കണ്ട, കുറച്ച്. വേറെ അരിപ്പൊടിയോ വേറെ ഒരു സാധനം നമ്മൾ ചേർക്കാറില്ല. എന്നിട്ട് ഇനി അടിക്കണം. അടിച്ച് നമ്മൾ കുഴയ്ക്കണം. അതിലാണ് ഇനി അടുത്ത കാര്യം. അടിച്ച് കുഴയ്ക്കണത് ഇതിൻ്റെ ഉപ്പ് എല്ലാ സ്ഥലത്തും എത്തണം, ഇതെല്ലാ സ്ഥലത്തും ആകണം. പിന്നെ അടിച്ച് കുഴയ്ക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് ലഭിക്കുന്നതാണ്. കാരണം വെള്ളം കൂടിയിട്ടില്ല. വെള്ളം കൂടിയെങ്കിൽ നമുക്ക് പണി കിട്ടും. വെള്ളം കൂടി നമുക്ക് നല്ല ഇതിൽ കിട്ടത്തില്ല ഉഴുന്നുവട. അതാണ് ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശരിയാകാതെ വരാറ്. പിന്നെ ഇഞ്ചി, കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ. ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. ഇനി കായപ്പൊടി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കായം ചേർക്കാൻ നിർബന്ധമൊന്നുമില്ല. എണ്ണ ചൂടെ നമ്മളിനി ഇത് ഇടാൻ പോവുകയാണ്. ഇനി ഇടുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും നമ്മൾ വെള്ളത്തിൽ കൈ മുക്കണം. എന്നാലേ ഇത് കയ്യിൽ നിന്ന് വിട്ടു പോകത്തുള്ളൂ. ഉരുട്ടുക, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തത് ഇതുപോലെ എടുക്കുക, ഇങ്ങനെ ഉരുട്ടുക, നല്ല ഹോളിടുക. ഈ പലർക്കുള്ളൊരു പ്രശ്നമാണ് ഹോള് വീഴുന്നില്ല. ആ ഹോള് വീഴുന്നില്ല എന്നുള്ളൊരു പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ കണ്ടുപിടിച്ചത് ഇതാണ്. നമ്മൾ വെള്ളത്തിൽ കൈ മുക്കാഞ്ഞിട്ടാണ് നമ്മുടെ ഇതിന് ഹോള് വിടുമ്പോൾ അത് വരാത്തത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടാക്കാൻ ഞാൻ നേരത്തെ വെച്ചിരുന്നു കേട്ടോ. അല്ലാതെ എണ്ണ ചൂടാകുന്നതിന് മുമ്പ് ഇടരുത്. എണ്ണ ചൂടായോ നോക്കിയിട്ട് വേണം ഇടാൻ. ഞാനിതിപ്പം ഇത് പറയുന്നതോടൊപ്പം തന്നെ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. എണ്ണ ചൂടായി കിടന്നുകൊണ്ടാണ് ഞാൻ നേരെ അങ്ങോട്ടേക്ക് ഇടുന്നത്. ഒരിക്കലും എണ്ണ ചൂടാകാതെ ഇടരുത്, എണ്ണ കുടിക്കും. ഈ ഒരു സാധനത്തിനുള്ളൊരു അപാകതയാണ്. എണ്ണത്ത് കിടന്ന് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതുപോലെ കിട്ടും നമുക്ക് എണ്ണ കുടിക്കാത്ത നല്ല ഉഴുന്നുവട. ഈ കുരുമുളക് കടിക്കുമ്പോൾ ആൾക്കാരുടെ സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എടുക്കുവാണേ, എണ്ണ അധികം കുടിക്കത്തില്ല. സാധാരണ നമ്മൾ എണ്ണ എടുക്കുമ്പോൾ തന്നെ നിറച്ച് എണ്ണയുള്ളൊരു സാധനമാണ് ഈ ഉഴുന്നുവട. പക്ഷേ ഇതിനകത്ത് അധികം എണ്ണ കുടിക്കത്തില്ല. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം ഉഴുന്നുവട എടുത്ത് നോക്കിയാൽ എണ്ണയുണ്ടാവത്തില്ല. ഉഴുന്നുവട റെഡിയായി. ഞാൻ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നിടം വരെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.